ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു MarysTreat. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അതുപോലെ നമ്മുടെ കുഞ്ഞു ചാനലിൻ്റെയും വകയായിട്ട് ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും അതുപോലെ സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു പരിപ്പ് പായസമാണ്, ചെറുപയർ പരിപ്പ് പായസം. എനിക്ക് നോർമലി സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി എന്നൊരു ഫീല് കിട്ടുന്നത് പരിപ്പ് പായസം കഴിക്കുമ്പോഴാണ്. അടപ്രഥമനോ വേറെ ഇഷ്ടംപോലെ പായസം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ പക്ഷേ ഈ ചെറുപയർ പരിപ്പ് പായസം കഴിച്ചാലാണ് എനിക്കൊരു സംതൃപ്തി കിട്ടുക. ചെറുതിലേ മുതൽ നമ്മുടെ വീട്ടിലൊക്കെ ഓണത്തിന് മെയിനായിട്ടും പാലട ഉണ്ടാക്കും, അത് കൂടാതെ മിസ്സാവാതെ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസമായിരിക്കും. കല്യാണത്തിനൊക്കെ പോയാലും യൂഷ്വലി ഇതാണല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു പരിപ്പ് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഈ സദ്യയൊക്കെ ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ പപ്പടവും പഴവും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ പായസം കുഴച്ച് കഴിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് പറയാതെ വയ്യ. നല്ല ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഏത് ചട്ടിയിലാണോ അല്ലെങ്കിൽ ഉരുളിയിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പരിപ്പും വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പരിപ്പ് ചേർക്കുകയാണ്. ഇത് ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ ചെറുപയറ്റിൻ പരിപ്പ്, ചെറുപരിപ്പ് എന്നൊക്കെ പല പേരിലാണ് പറയുന്നത് ഓരോരുത്തരും. മൂങ് ദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പരിപ്പാണ്. അത് നന്നായി ഒന്ന് കഴുകി വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് ചെറുപയർ പരിപ്പ്. അപ്പോൾ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കാതെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നേരെ ചട്ടിയിലിട്ട് നന്നായി ഒന്ന് വറുക്കുക, കഴുകാതെ. അതിന് ശേഷം കഴുകിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കഴുകിയതിന് ശേഷം നെയ്യ് ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചതഞ്ഞ പോലെ ഇരിക്കുക. നമ്മൾ കഴുകിയത് കൊണ്ട് തന്നെ ആ ഒരു വെള്ളം അതിലേക്ക് കയറിയിട്ടുണ്ടാവുമല്ലോ. അത് നന്നായി മൂത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കണം ആ പരിപ്പിനെ. എന്നിട്ട് അത് കരിഞ്ഞു പോവാതെ ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എടുത്ത് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. സൗണ്ടിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അത് മീഡിയം ഫ്ലെയിം വരെ എത്തിക്കാവുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ ഉള്ളിലേക്കൊന്നും നന്നായി മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 3-ാം പാല് ചേർക്കുകയാണ്. മൊത്തം ഈ പായസത്തിലേക്ക് 2 തേങ്ങയുടെ പാലാണ് എടുത്തത് കേട്ടോ. അതിൽ നിന്ന് 3-ാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു 3/4 ലിറ്റർ അല്ലെങ്കിൽ 250 ml കപ്പിൽ 3 കപ്പ് പാല് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വെന്ത് വരണം. ഈ പരിപ്പ് കണ്ടില്ലേ, ഇതിൽ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് തിളച്ച് പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാകണം. ഒരു 1/2 കിലോ ശർക്കര, 1/4 കിലോ പരിപ്പാണ് നമ്മളെടുത്തത്. അതിലേക്ക് ഒരു 1/2 കിലോ ശർക്കരയാണ് കറക്റ്റായിട്ടുള്ള മധുരം, നല്ല മധുരം ഉണ്ടാവുക. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ഉരുക്കാൻ വെക്കാം. കണ്ടില്ലേ, ഇപ്പോൾ പരിപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി കുക്കറിൽ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പരിപ്പിന് നമുക്ക് കുക്കറിൽ ഒരു 2-3 വിസിൽ നന്നായിട്ട് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വേവിക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് വേവിച്ചെടുത്തത്. ഏകദേശം ഒരു അരമണിക്കൂറല്ല, ഒരു 20 മിനിറ്റ് ആ സമയത്തിലൊക്കെയാണ് പരിപ്പ് വെന്ത് കിട്ടുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരുപാട് ഇടാനും പാടില്ല, അപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക്. കാരണം ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് ഉടയ്ക്കാനൊന്നും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അതിനെ ഉടച്ച് ആ പരുവത്തിൽ, നമുക്ക് ഏത് പരുവത്തിനാണോ, എത്ര പരിപ്പിൻ്റെ ആ തരികൾ എത്ര വേണം, അത് നമ്മളിപ്പോൾ തന്നെ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊട്ടറ്റോ മാഷർ കൊണ്ടിട്ടാണ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ പരിപ്പിൻ്റെ വേവ് കറക്റ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനി റെഡിയാണ്, ശർക്കര പാവ് കാച്ചിയത് റെഡിയാണ്. അതൊരു നൂൽപ്പരുവോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ ചൂടുണ്ട്. ശർക്കര പാനിക്ക് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചൂടാറിയ തലേന്ന് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ചൂട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചൂടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുക്കറിലാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ 3 വിസിലൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ.
കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ പരിപ്പിൻ്റെ പരുവം. ഈ ശർക്കരയും പരിപ്പും എത്ര ഇതിൽ വരണം എന്നുള്ളത് നമുക്ക് ആ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ആ കയ്യിലിൻ്റെ ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കൺസിസ്റ്റൻസി തന്നെ മാറി. നമുക്ക് ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ കിട്ടുന്ന ഒരു നേർച്ച പായസത്തിലൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയത് കണ്ടില്ല, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ബബിൾസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഈ സമയത്ത് ഞാനൊരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തായിരുന്നു കേട്ടോ, അത് റെക്കോർഡായില്ല. അപ്പോൾ അത് ആ ശർക്കരയിലേക്കും പരിപ്പിലേക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, ആ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തത്. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, നന്നായിട്ടൊന്ന് വരണ്ടിരിക്കുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ 2ാം പാല് ചേർക്കുകയാണ്. ഈ സമയത്ത് 2 കപ്പ് 2ാം പാലാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒറ്റയടിക്ക് ചേർക്കാതെ ആദ്യം ഒന്ന് ചേർക്കുക. ഇനി അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ 2ാമത്തെ കപ്പ് ചേർക്കുക. അപ്പോൾ അത് പിരിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല. ആ 2ാം പാല് മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പകുതിയാക്കി ഒഴിക്കുക. മൊത്തം 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് 2ാമത്തെ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2ാമത്തെ കപ്പ് 2ാം പാലാണിത്. ഇനി ഇതും നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരണം. ശർക്കര വേണമെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ കട്ടിയാക്കിയിട്ടും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിൽ തലേന്ന് ശർക്കര ഇതുപോലെ ശർക്കരയും പരിപ്പും കൂട്ടി വരട്ടി എടുത്ത് വയ്ക്കാം. പിറ്റേന്ന് രാവിലെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ വറന്നെടുക്കാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റോളമാണ് വഴറ്റിയത് കേട്ടോ. അത് ആ ഒരു കൺസിസ്റ്റൻസി എത്തണ വരെ നന്നായി വഴറ്റുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു പരുവം. കണ്ടില്ലേ, പായസം ഇളക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയും. ഗ എന്ന് പറഞ്ഞ മലയാള അക്ഷരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും ആ ഇളക്കലെത്തും. ശരിക്കും ശ്രീ എഴുതണമെന്നും ചിലവരും പറയട്ടോ, പക്ഷേ എനിക്ക് ഗ എഴുതാനാണ് ഇഷ്ടം. പണ്ട് മുതലേ പായസം ഉണ്ടാക്കുമ്പോൾ പരിപ്പ് പായസം ശർക്കര പ്രഥമനൊക്കെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഗ എഴുതുമ്പോൾ എല്ലാ സൈഡിലേക്കും ഇളക്കൽ, ആ സ്പൂൺ എല്ലാ സൈഡിലും എത്തും നമ്മുടെ. കണ്ടില്ലേ, ഇപ്പം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് വേണ്ടുന്ന പരുവമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ചെക്ക് ചെയ്താലാണ് നമുക്ക് ആ കറക്റ്റ് ആയോ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന പരുവം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലൂസായിട്ടാണ്. നമുക്ക് ഇലയിലൊഴിച്ചും കഴിക്കണം, എന്നാൽ ഗ്ലാസ്സിലൊഴിച്ചും കഴിക്കണം, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 1ാം പാൽ ഒഴിക്കാൻ സമയമായി, അതായത് തലപ്പാൽ ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അത് ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ ചുക്ക് അറിയാൻ പാടില്ലാത്തവർക്കാണ് കേട്ടോ, അറിയാർക്ക് എല്ലാവർക്കും. എന്നാലും ഇതുണ്ടല്ലേ, ഇതുപോലെ ഒരു കഷ്ണത്തിൻ്റെ ഒരു പകുതി കഷ്ണം ചുക്ക്, ഇത് ചെറിയൊരു കഷ്ണം കണ്ടില്ലേ, അത്രയുള്ള കഷ്ണമാണ് നമ്മൾ ഇതിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ചേർത്തത് കേട്ടോ. ഏലക്കായും ചുക്കും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണത്. ഇനി അത് നമ്മുടെ തലപ്പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ്, അല്ലെങ്കിൽ ആ ഏലക്കായയുടെ ചെറിയ ചെറിയ തരികളൊക്കെ നമ്മൾ പായസം കുടിക്കുമ്പോൾ വായിൽ പോയാൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ടാണ് നമ്മൾ ഈ തലപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഓരോ സമയം പാലൊഴിച്ചിട്ടൊക്കെ എത്ര നേരം വഴറ്റണം എന്നുള്ളത്, ഇടപ്പാലുകൾ ഒഴിച്ചിട്ട് എത്ര സമയം വഴറ്റണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, പായസത്തിൻ്റെ ആ കൺസിസ്റ്റൻസി. പക്ഷേ ആ വഴറ്റുന്ന സമയത്തിലൊക്കെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ തലപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഏകദേശം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം ചേർക്കാനുള്ളൂ. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് നോക്കുക. ശർക്കര തീരെ ഉപ്പില്ലാത്തതാണെങ്കിൽ പായസം ഒരു എന്താ പറയുക, ഒരു ഇങ്ങനൊരു ടേസ്റ്റ്, ഒരു വെള്ളം ചുവ ഉണ്ടാവും. അപ്പോൾ അത് മാറാനെങ്കിൽ ആ ഒരു മൊത്തം മധുരമായിരിക്കും, അത് മാറണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതാണിപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരുവം. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും ഒരു 4-5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു, തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും രണ്ടും ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആകുന്നത് വരെ വറുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ആ സവാളയും അതൊക്കെ മുരിയുന്നതിലാണ് ടേസ്റ്റ് മാറിപ്പോവല്ലോ നമ്മുടെ ബിരിയാണിൻ്റെ. അതുപോലെ തന്നെയാണ് ഇതും. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ഒരു വല്ലായ്മയാണ്. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വറുത്തെടുക്കുക, കരിഞ്ഞു പോവാതെ പൊക്കി പിടിക്കുക കേട്ടോ. അത് മുരിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൊക്കി പിടിക്കുക, അല്ലെങ്കിൽ സ്റ്റവിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ആ വറുത്ത നെയ്യ് ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. നല്ല അടിപൊളി കളറിലല്ലേ വന്നിരിക്കുന്നത്.
കണ്ടോ. അപ്പോൾ നമുക്ക് ഈ വറുത്തെടുത്ത കശുവണ്ടി പരിപ്പും മുന്തിരിയും കാഷ്യൂവും കിസ്മിസും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് ചേർക്കണുള്ളൂ, ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചേർക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ പായസം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഒരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരും ഒന്നും കൂടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എപ്പോഴും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യയുടെ ഒരു കുഞ്ഞ് ഫോട്ടോസ് 2 ഞാനിവിടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.